ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിൽ ഉരുളക്കിഴങ്ങ് പട്ടാണിക്കടല കറി ഉണ്ടാക്കാം. ഇത് പൊറോട്ട, ചപ്പാത്തി, ദോശ ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. പുതിയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ ബെൽ ബട്ടൺ അമർത്താനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 200 ഗ്രാം ഉരുളക്കിഴങ്ങാണ്. അധികം വലുതുമല്ല അധികം ചെറുതുമല്ലാത്ത രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രോസൺ പീസാണ്. ഇതിന് പകരം നമ്മുടെ നോർമൽ പട്ടാണിക്കടല എടുക്കാം. അത് കുതിർത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 75 ഗ്രാം മുതൽ 100 ഗ്രാം വരെ എടുക്കാം. ഇത് രണ്ടും കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയരപ്പ് തയ്യാറാക്കാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചിരകിയ തേങ്ങ 1 കപ്പ്, മീഡിയം സൈസിലുള്ള വല്യുള്ളി നീളത്തിൽ അരിഞ്ഞത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പട്ട ഒരു ചെറിയ കഷ്ണം, ഗ്രാമ്പു 1, 2 ഏലക്ക, 1 തണ്ട് കറിവേപ്പില. ഇത്രയും നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താണ് നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് തേങ്ങയുടെ ഒരു പച്ച എന്നുള്ള അവസ്ഥ, ഒരു പച്ച രുചി മാറി കിട്ടണം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവണം. ഇതാവുമ്പോഴേക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ അതിൻ്റെ പാകം ആയിക്കോളും. ഇപ്പം കണ്ടോ, തേങ്ങയൊന്നും നല്ലോണം വാടിയിട്ടുണ്ട്, ഉള്ളിയും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും കറിവേപ്പിലയും ഒക്കെ ഒന്ന് പാകമായത് കണ്ടോ. നമ്മുടെ മസാലയും അതേപോലെ തന്നെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടും ഉണ്ടാവും. ഈ ഒരു മിക്സ് ഒന്ന് ചെറുതായിട്ട് കൂൾ ഡൗൺ ആവുമ്പോൾ നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇതേപോലെ അതേ പാൻ വീണ്ടും അടുപ്പത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, പിന്നെ 2 പച്ചമുളക് കീറിയത്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇത്. ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചെറുതായി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് വല്യുള്ളി പൊടിയായി അരിഞ്ഞത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി ബ്രൗൺ നിറം ആവുമൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ്. പൊടികൾ ചേർക്കുന്നതിന് മുന്നേ തീ ഒന്ന് കുറച്ച് വെക്കുകയോ ഇല്ലെങ്കിൽ ഓഫാക്കുകയോ ചെയ്യാം കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കഷ്ണങ്ങളിലേക്ക് മഞ്ഞളൊന്ന് ചെറുതായിട്ട് പിടിച്ചു വരണം. അതിനുവേണ്ടി നമുക്കൊരു 10-30 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊക്കെ കണ്ടോ, കഷ്ണങ്ങളിലേക്കും മഞ്ഞൾ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് തന്നെ തിളച്ച വെള്ളമോ ചൂടുവെള്ളമോ ചേർത്ത് നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് അടച്ചു വെച്ചോ അല്ലാതെയോ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കാം. മല്ലിയില നിർബന്ധമല്ല കേട്ടോ, ഇല്ലാതെ തന്നെ ഈ കറി സൂപ്പർ ടേസ്റ്റിയാണ്. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇത് നമ്മളെ ഫ്ലാറ്റ് ബ്രെഡ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോവും. നാൻ, പൊറോട്ട, ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചേർക്കാം. ദോശയുടെ കൂടെയും ഇത് സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയും. അപ്പോൾ
താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ ഫ്രം ധന്യ.